والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما. ഭർതൃമതികളായ സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ നിങ്ങളുടെ അധീനതയിലുള്ളവർ ഇതിൽ നിന്നൊഴിവാണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള ദൈവിക നിയമമാണ്. ഇവരല്ലാത്ത സ്ത്രീകളെയെല്ലാം മഹർ നൽകി നിങ്ങൾക്ക് കല്യാണം കഴിക്കാവുന്നതാണ്. നിങ്ങൾ വിവാഹജീവിതം ആഗ്രഹിക്കുന്നവരാകണം, അവിഹിത വീഴ്ച കാക്ഷിക്കുന്നവരാകരുത്. അങ്ങനെ അവരുമായി ദാമ്പത്യ സുഖം ആസ്വദിച്ചാൽ നിർബന്ധമായും നിങ്ങൾ അവർക്ക് മഹർ നൽകണം. മഹർ തീരുമാനിച്ച ശേഷം നിങ്ങൾ പരസ്പര സമ്മതത്തോടെ വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. وَمَنْ لَمْ يَسْتَطِعْ مِنْكُمْ طَوْلًا أَنْ يَنْكِحَ الْمُحْصَنَاتِ الْمُؤْمِنَاتِ فَمِمَّا مَلَكَتْ أَيْمَانُكُمْ مِنْ فَتَيَاتِكُمُ الْمُؤْمِنَاتِ وَاللَّهُ أَعْلَمُ بِإِيمَانِكُمْ بَعْضُكُمْ مِنْ بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم. നിങ്ങളിലാർക്കെങ്കിലും വിശ്വാസിനികളായ സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം ചെയ്യാം. നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നന്നായി അറിയുക അല്ലാഹുവിനാണ്. നിങ്ങൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണല്ലോ. അതിനാൽ അവരെ അവരുടെ രക്ഷിതാക്കളുടെ അനുവാദത്തോടെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക. അവർക്ക് ന്യായമായ മഹർ നൽകണം. അവർ ചാരിത്രവതികളും ദുർവൃത്തിയിലേർപ്പെടാത്തവരും രഹസ്യവീഴ്ചക്കാരെ സ്വീകരിക്കാത്തവരുമായിരിക്കണം. അങ്ങനെ അവർ ദാമ്പത്യവരുതിയിൽ വന്ന ശേഷം അവർ ദുർവൃത്തിയിലേർപ്പെടുകയാണെങ്കിൽ സ്വതന്ത്ര സ്ത്രീകളുടെ പാതിശിക്ഷയാണ് അവർക്കുണ്ടാവുക. വിവാഹം കഴിച്ചില്ലെങ്കിൽ തെറ്റ് സംഭവിച്ചേക്കുമെന്ന് ഭയമുള്ളവർക്ക് വേണ്ടിയാണിത്. എന്നാൽ ക്ഷമയവലംബിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നിയമങ്ങൾ വിവരിച്ചു തരാനും മുൻഗാമികളുടെ മഹിതചര്യകൾ കാണിച്ചു തരാനും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലൂ മൈലൻ അദീമാ. അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമെന്നുദ്ദേശിക്കുന്നു. എന്നാൽ താന്തോന്നികളായി കഴിയുന്നവരാഗ്രഹിക്കുന്നത് നിങ്ങൾ
നേർവഴിയിൽ നിന്ന് ബഹുദൂരം അകന്നു പോകണമെന്നാണ്. يريد الله أن يخفف عنكم وخلق الإنسان ضعيفا. അല്ലാഹു നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഏറെ ദുർബലനായാണല്ലോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ധനം അന്യോന്യം അന്യായമായി നേടിയെടുത്ത് തിന്നരുത്. പരസ്പരം പൊരുത്തത്തോടെ നടത്തുന്ന കച്ചവടത്തിലൂടെയല്ലാതെ നിങ്ങൾ നിങ്ങളെ തന്നെ കശാപ്പ് ചെയ്യരുത്. അല്ലാഹു നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ് തീർച്ച. ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. അക്രമമായും അന്യായമായും അങ്ങനെ ചെയ്യുന്നവരെ നാം നരകത്തീയിലിട്ട് കരിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിന് ഏറെ എളുപ്പമാകുന്നു. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. നിങ്ങളോട് വിലക്കിയ വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചെറിയ തെറ്റുകൾ നാം മായ്ച്ചു കളയും. മാന്യമായ ഇടങ്ങളിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കും. ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليما. അല്ലാഹു നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ ചില അനുഗ്രഹങ്ങൾ കൂടുതലായി നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് കൊതിക്കാതിരിക്കുക. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിനനുസരിച്ച വിഹിതമുണ്ട്, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിനൊത്ത വിഹിതവും. നിങ്ങൾ അല്ലാഹുവോട് അവന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. وَلِكُلٍّ جَعَلْنَا مَوَالِيَ مِمَّا تَرَكَ الْوَالِدَانِ وَالْأَقْرَبُونَ وَالَّذِينَ عَقَدَتْ أَيْمَانُكُمْ فَآتُوهُمْ نَصِيبَهُمْ إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ شَهِيدًا. മാതാപിതാക്കളും ഉറ്റബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിനൊക്കെയും നാം അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉടമ്പടി ബന്ധം സ്ഥാപിച്ചവർക്ക് അവരുടെ വിഹിതം നൽകുക. സംശയമില്ല, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. അല്ലാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിനാലുമാണിത്. അതിനാൽ സച്ചരിതരായ സ്ത്രീകൾ
അനുസരണശീലമുള്ളവരാണ്. പുരുഷന്മാരുടെ അഭാവത്തിൽ അല്ലാഹു സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെല്ലാം കാത്തുസൂക്ഷിക്കുന്നവരുമാണ്. എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക. കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക. അങ്ങനെ അവർ നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്കെതിരായ നടപടികളൊന്നുമെടുക്കരുത്. അത്യുന്നതനും മഹാനുമാണ് അല്ലാഹു, തീർച്ച. وَإِنْ خِفْتُمْ شِقَاقَ بَيْنِهِمَا فَابْعَثُوا حَكَمًا مِّنْ أَهْلِهِ وَحَكَمًا مِّنْ أَهْلِهَا إِن يُرِيدَا إِصْلَاحًا يُوَفِّقِ اللَّهُ بَيْنَهُمَا إِنَّ اللَّهَ كَانَ عَلِيمًا خَبِيرًا. ദമ്പതികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെ നിയോഗിക്കുക, അവളുടെ ആൾക്കാരിൽ നിന്നൊരാളെയും. ഇരുവരും യോജിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞനുമാണല്ലോ. وَاعْبُدُوا اللَّهَ وَلَا تُشْرِكُوا بِهِ شَيْئًا وَبِالْوَالِدَيْنِ إِحْسَانًا وَبِذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَالْجَارِ ذِي الْقُرْبَى وَالْجَارِ الْجُنُبِ وَالصَّاحِبِ بِالْجَنبِ وَابْنِ السَّبِيلِ وَمَا مَلَكَتْ أَيْمَانُكُمْ إِنَّ اللَّهَ لَا يُحِبُّ مَنْ كَانَ مُخْتَالًا فَخُورًا. നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. മാതാപിതാക്കളോട് നന്നായി വർത്തിക്കുക. ബന്ധുക്കൾ, അനാഥകൾ, അഗതികൾ, കുടുംബക്കാരായ അയൽക്കാർ, അന്യരായ അയൽക്കാർ, സഹവാസികൾ, വഴിപോക്കർ, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവർ, എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുക. പൊങ്ങച്ചവും ദുരഹങ്കാരവുമുള്ള ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. പിശുക്കു കാട്ടുകയും പിശുക്കു കാട്ടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരാണവർ. അല്ലാഹു തന്റെ ഔദാര്യത്താൽ നൽകിയ അനുഗ്രഹങ്ങൾ മറച്ചുപിടിക്കുന്നവരും. നന്ദി കെട്ടവർക്ക് നിന്ദ്യമായ ശിക്ഷയാണ് നാം ഒരുക്കിവച്ചിരിക്കുന്നത്. والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. ആളുകളെ കാണിക്കാനായി ധനം ചെലവഴിക്കുന്നവരാണവർ. അല്ലാഹുവിലോ അന്ത്യദിനത്തിലോ വിശ്വസിക്കാത്തവരും. പിശാച് ആരുടെയെങ്കിലും കൂട്ടാളിയാണെങ്കിൽ അവൻ എത്ര ചീത്ത കൂട്ടുകാരൻ. وماذا عليهم لو آمنوا بالله واليوم الآخر وأنفقوا مما رزقهم الله وكان الله بهم عليما. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്താൽ അവർക്ക് എന്ത് ദോഷമാണുള്ളത്? അല്ലാഹു അവരെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറഹ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. അല്ലാഹു ആരോടും അണുവോളം അനീതി കാണിക്കുകയില്ല. എന്നല്ല, നന്മയാണുള്ളതെങ്കിൽ അതവൻ ഇരട്ടിയാക്കി കൊടുക്കും. തന്നിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും.
فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരും. ഇക്കൂട്ടർക്കെതിരെ സാക്ഷിയായി നിന്നെയും കൊണ്ടുവരും. എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض ولا يكتمون الله حديثا. സത്യത്തെ നിഷേധിക്കുകയും ദൈവദൂതനെ ധിക്കരിക്കുകയും ചെയ്തവർ അന്ന് കൊതിച്ചു പോകും. തങ്ങളെ അടിയിലാക്കി ഭൂമിയൊന്ന് നിരപ്പായെങ്കിൽ എത്ര നന്നായേനെ. ഒരു വിവരവും അല്ലാഹുവിൽ നിന്ന് മറച്ചുവെക്കാൻ അവർക്കാവില്ല. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. വിശ്വസിച്ചവരെ, നിങ്ങൾ ലഹരിബാധിതരായി നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നതെന്തെന്ന് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകും വരെ. ജനാബത്തുകാരനെങ്കിൽ കുളിച്ച് ശുദ്ധി വരുത്തുന്നതുവരെയും, വഴിയാത്രക്കാരാണെങ്കിലല്ലാതെ. അഥവാ നിങ്ങൾ രോഗികളാവുകയോ യാത്രയിലാവുകയോ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിലൊരാൾ വിസർജനം കഴിഞ്ഞു വന്നു, അതുമല്ലെങ്കിൽ സ്ത്രീകളുമായി സംസർഗം നടത്തി, എന്നിട്ട് വെള്ളം കിട്ടിയതുമില്ല, എങ്കിൽ ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തടവുക. തീർച്ചയായും അല്ലാഹു ഏറെ മാപ്പേകുന്നവനും പൊറുക്കുന്നവനുമാണ്. ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل. വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം കിട്ടിയവരെ നീ കാണുന്നില്ലേ? അവർ വഴികേട് വിലയ്ക്ക് വാങ്ങുന്നു. നിങ്ങൾ വഴിതെറ്റിപ്പോകണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. വല്ലാഹു അഅ്ലമു ബിഅഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസീറാ. നിങ്ങളുടെ എതിരാളികളെപ്പറ്റി നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. രക്ഷകനായി നിങ്ങൾക്ക് അല്ലാഹു മതി, തുണയായും അല്ലാഹു തന്നെ മതി. من الذين هادوا يحرفون الكلم عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا. ആ എതിരാളികൾ ജൂതന്മാരിൽപ്പെട്ടവരാണ്. അവർ ദൈവവാക്യങ്ങളെ സന്ദർഭത്തിൽ നിന്നടർത്തിയെടുത്ത് ഉപയോഗിക്കുന്നു. തങ്ങളുടെ നാവുകൂട്ടിയും സത്യമതത്തെ കടന്നാക്രമിച്ചും സമയന വ അസ്വൈന എന്നും ഇസ്മ ഗൈറ മുസ്മ എന്നും റായിന എന്നും അവർ പറയുന്നു.
സമയുന വഅത്വാഇന എന്നും ഇസ്മഉ എന്നും ഉൻലുർന എന്നുമാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും ശരിയും നല്ലതും അതായിരുന്നു. പക്ഷേ അവരുടെ സത്യനിഷേധം കാരണമായി അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അതിനാൽ അവരിൽ ചിലരല്ലാതെ വിശ്വസിക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ ആമിനൂ ബിമാ നസ്സൽനാ മുസദ്ദിഖൻ ലിമാ മഅകും മിൻ ഖബ്ലി അൻ നത്മിസ വജൂഹൻ فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا. വേദക്കാരെ, നിങ്ങളുടെ വശമുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് നാം ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക. നാം ചില മുഖങ്ങളെ വികൃതമാക്കി പിറകോട്ട് തിരിക്കുകയോ സാബത്തുകാരെ ശപിച്ച പോലെ ശപിക്കുകയോ ചെയ്യും മുമ്പേ നിങ്ങൾ വിശ്വസിക്കുവിൻ. അല്ലാഹുവിന്റെ വിധി നടപ്പിലാവുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ومن يشرك بالله فقد افترى إثما عظيما. അല്ലാഹു തന്നിൽ പങ്കുചേർക്കുന്നത് പൊറുക്കില്ല. അതല്ലാത്ത പാപങ്ങളൊക്കെയും അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കും. അല്ലാഹുവിന് പങ്കാളികളെ സങ്കൽപ്പിക്കുന്നവൻ കൊടിയ കുറ്റമാണ് ചമച്ചുണ്ടാക്കുന്നത് തീർച്ച. ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا. വിശുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ? എന്നാൽ അല്ലാഹു അവനിച്ഛിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. അവരോട് ഒട്ടും അനീതി കാണിക്കുകയില്ല. انظر كيف يفترون على الله الكذب وكفى به إثما مبينا. അവർ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നതെങ്ങനെയെന്ന് നോക്കൂ. പ്രകടമായ പാപമായിട്ട് അതുതന്നെ മതി. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. വേദവിജ്ഞാനത്തിൽ നിന്നൊരു വിഹിതം ലഭിച്ചവരെ നീ കണ്ടില്ലേ? അവർ ഗൂഢവിദ്യകളിലും പൈശാചിക ശക്തികളിലും വിശ്വസിക്കുന്നു. ഇവർ സത്യവിശ്വാസികളെക്കാൾ നേർവഴിയിലാണെന്ന് സത്യനിഷേധികളെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നു. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറാ. അറിയുക, അല്ലാഹു ശപിച്ചവരാണവർ. അല്ലാഹു ശപിച്ചവനെ സഹായിക്കുന്ന ആരെയും നിനക്ക് കണ്ടെത്താനാവില്ല. أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا. അതല്ല, അവർക്ക് അധികാരത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ജനങ്ങൾക്ക് നൽകുമായിരുന്നില്ല. أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما. അതല്ല, അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിന്റെ പേരിൽ അവർ ജനങ്ങളോട് അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹിം കുടുംബത്തിന് നാം വേദവും തത്വജ്ഞാനവും നൽകിയിട്ടുണ്ട്. അവർക്കു നാം അതിമഹത്തായ ആധിപത്യവും നൽകി. فمنهم من آمن به ومنهم من صد عنه وكفى بجهنم سعيرا. അവരിൽ ആ സന്ദേശത്തിൽ വിശ്വസിച്ചവരുണ്ട്, അതിൽ നിന്ന് പിന്തിരിഞ്ഞവരുമുണ്ട്. അവർക്ക്
കത്തിക്കാളും നരകത്തീ തന്നെ മതി. إن الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. നമ്മുടെ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞവരെ നാം നരകത്തീയിലെറിയും തീർച്ച. അവരുടെ തൊലി വെന്തുരുകും തോറും അവർക്ക് പുതിയ തൊലി നാം മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കും. തുടർന്നും അവർ നമ്മുടെ ശിക്ഷ അനുഭവിക്കാൻ സംശയമില്ല. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം താഴ്ഭാഗത്തോടെ നദികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. അവരെ നാം ഇടതിങ്ങിയ പച്ചിലത്തണലിൽ പ്രവേശിപ്പിക്കും. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. അല്ലാഹു നിങ്ങളോടിതാ കൽപ്പിക്കുന്നു, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അവയുടെ അവകാശികളെ തിരിച്ചേൽപ്പിക്കുക. ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിപൂർവം വിധി നടത്തുക. എത്ര നല്ല ഉപദേശമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. വിശ്വസിച്ചവരെ, അല്ലാഹുവെ അനുസരിക്കുക. ദൈവദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അത് അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. മെച്ചപ്പെട്ട ഫലത്തിനും ഇതാണ് ഉത്തമം. ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. നിനക്ക് ഇറക്കിത്തന്നതിലും നിനക്ക് മുമ്പ് ഇറക്കി കിട്ടിയതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് വാദിക്കുന്നവരെ നീ കണ്ടില്ലേ? അല്ലാഹുവിൻ്റേതല്ലാത്ത വിധികൾ നൽകുന്നവരുടെ അടുത്തേക്ക് തീർപ്പ് തേടിപ്പോകാനാണ് അവരുദ്ദേശിക്കുന്നത്. സത്യത്തിൽ അവരെ തള്ളിക്കളയാനാണ് ഇവരോട് കൽപ്പിച്ചിരിക്കുന്നത്. പിശാച് അവരെ നേർവഴിയിൽ നിന്ന് തെറ്റിച്ച് സത്യത്തിൽ നിന്ന് ഏറെ ദൂരെയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ رَأَيْتَ الْمُنَافِقِينَ يَصُدُّونَ عَنكَ صُدُودًا.
അള്ളാഹു ഇറക്കിത്തന്നതിലേക്കും അവന്റെ ദൂതനിലേക്കും വരികയെന്ന് പറഞ്ഞാൽ ആ കപടവിശ്വാസികൾ നിന്നിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നത് നിനക്കു കാണാം. فكيف إذا أصابتهم مصيبة بما قدمت أيديهم ثم جاءوك يحلفون بالله إن أردنا إلا إحسانا وتوفيقا. അപ്പോൾ സ്വന്തം കരങ്ങൾ വരുത്തിവെച്ച വിനകൾ അവരെ ബാധിക്കുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴവർ നിന്റെ അടുത്തുവന്ന് അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് പറയും, ഞങ്ങൾ നന്മയും അനുരഞ്ജനവുമല്ലാതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. أولئك الذين يعلم الله ما في قلوبهم فأعرض عنهم وقل لهم في أنفسهم قولا بليغا. എന്നാൽ അവരുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. അതിനാൽ അവരെ വിട്ടേക്കുക, അവർക്ക് സതുപദേശം നൽകുക, അവരോട് ഉള്ളിൽ തട്ടുന്ന വാക്ക് പറയുകയും ചെയ്യുക. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. അവർ തങ്ങളോടു തന്നെ അതിക്രമം കാണിച്ചുകൊണ്ട് നിന്റെ അടുത്തു വന്നു. എന്നിട്ടവർ അള്ളാഹുവോട് മാപ്പിരന്നു. പ്രവാചകൻ അവർക്കായി പാപമോചനം തേടുകയും ചെയ്തു. എങ്കിൽ അള്ളാഹുവെ അവർക്ക് ഏറെ മാപ്പരുളുന്നവനും കരുണാമയനുമായി കാണാമായിരുന്നു. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. എന്നാൽ അങ്ങനെയല്ല, നിന്റെ നാഥൻ തന്നെ സത്യം. അവർക്കിടയിലെ തർക്കങ്ങളിൽ നിന്നെ അവർ വിധികർത്താവാക്കുകയും നീ നൽകുന്ന വിധി തീർപ്പിൽ അവരൊട്ടും അലോസരം അനുഭവിക്കാതിരിക്കുകയും അതിനെ പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ സത്യവിശ്വാസികളാവുകയില്ല, തീർച്ച. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ അർപ്പിക്കണമെന്നോ വീട് വിട്ടു പോകണമെന്നോ നാം ആജ്ഞാപിച്ചിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം ചിലരൊഴികെ ആരും അത് നടപ്പാക്കുമായിരുന്നില്ല. എന്നാൽ ഉപദേശിച്ചതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറെ ഗുണകരമായേനെ, കൂടുതൽ സ്ഥൈര്യം നൽകുകയും ചെയ്യുമായിരുന്നു. وَإِذًا لَآتَيْنَاهُم مِّن لَّدُنَّا أَجْرًا عَظِيمًا. അതോടൊപ്പം നാം അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അതിമഹത്തായ പ്രതിഫലം നൽകുമായിരുന്നു. وَلَهَدَيْنَاهُمْ صِرَاطًا مُسْتَقِيمًا. നാം അവരെ നേർവഴിയിൽ നയിക്കുകയും ചെയ്യുമായിരുന്നു. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم
من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവർ, അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സത്യസന്ധർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നിവരോടൊപ്പമായിരിക്കും. അവരെത്ര നല്ല കൂട്ടുകാർ. ذلك الفضل من الله وكفى بالله عليما. അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹം തന്നെയാണത്. എല്ലാം അറിയുന്നവനായി അല്ലാഹു തന്നെ മതി. يا أيها الذين آمنوا خذوا حذركم فانفروا ثبات أو انفروا جميعا. വിശ്വസിച്ചവരെ, നിങ്ങൾ ജാഗ്രത പാലിക്കുക. അങ്ങനെ നിങ്ങൾ ചെറുസംഘങ്ങളായോ ഒന്നിച്ച് ഒറ്റ സംഘമായോ യുദ്ധത്തിന് പുറപ്പെടുക. وَإِنَّ مِنكُمْ لَمَن لَّيُبَطِّئَنَّ فَإِنْ أَصَابَتْكُم مُّصِيبَةٌ قَالَ قَدْ أَنْعَمَ اللَّهُ عَلَيَّ إِذْ لَمْ أَكُن مَّعَهُمْ شَهِيدًا. എന്നാൽ അറച്ചു നിൽക്കുന്ന ചിലരും നിങ്ങളിലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും വന്നുപെട്ടാൽ അവൻ പറയും, അല്ലാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനും അവരോടൊപ്പമുണ്ടാകുമായിരുന്നല്ലോ. وَلَئِنْ أَصَابَكُمْ فَضْلٌ مِّنَ اللَّهِ لَيَقُولَنَّ كَأَن لَّمْ تَكُن بَيْنَكُمْ وَبَيْنَهُ مَوَدَّةٌ يَا لَيْتَنِي كُنتُ مَعَهُمْ فَأَفُوزَ فَوْزًا عَظِيمًا. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വല്ല അനുഗ്രഹവും കിട്ടിയാലോ, അവനും നിങ്ങളും തമ്മിൽ ഒട്ടും സ്നേഹമുണ്ടായിട്ടില്ലാത്ത പോലെ അവൻ പറയും, ഞാനും അവരുടെ കൂടെയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ നേട്ടം കിട്ടിയേനെ. فَلْيُقَاتِلْ فِي سَبِيلِ اللَّهِ الَّذِينَ يَشْرُونَ الْحَيَاةَ الدُّنْيَا بِالْآخِرَةِ وَمَن يُقَاتِلْ فِي سَبِيلِ اللَّهِ فَيُقْتَلْ أَوْ يَغْلِبْ فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا. പരലോകത്തിനു വേണ്ടി ഈ ലോക ജീവിതത്തെ വിറ്റവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി വധിക്കപ്പെട്ടവനും വിജയം വരിച്ചവനും നാം അതിമഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. وَمَا لَكُمْ لَا تُقَاتِلُونَ فِي سَبِيلِ اللَّهِ وَالْمُسْتَضْعَفِينَ مِنَ الرِّجَالِ وَالنِّسَاءِ وَالْوِلْدَانِ الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നില്ല? മർദ്ദിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയും അവരോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഞങ്ങളുടെ നാഥ, മർദ്ദകരായ ജനം വിലസുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ ഒരു രക്ഷകനെ നിശ്ചയിച്ചു തരേണമേ. നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സഹായിയെ നൽകണമേ. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. സത്യനിഷേധികൾ കള്ളദൈവങ്ങളുടെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ പിശാചിന്റെ കൂട്ടാളികളോട് പടവെട്ടുക. പിശാചിന്റെ തന്ത്രം
നന്നേ ദുർബലം തന്നെ തീർച്ച. ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. നിങ്ങൾ നിങ്ങളുടെ കൈകളെ നിയന്ത്രിച്ചു നിർത്തുക, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സക്കാത്ത് നൽകുകയും ചെയ്യുക എന്ന കൽപ്പന ലഭിച്ചവരെ നീ കണ്ടില്ലേ? പിന്നെ അവർക്ക് യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ അവരിലൊരു വിഭാഗം ജനങ്ങളെ പേടിക്കുന്നു. അല്ലാഹുവെ പേടിക്കും പോലെയോ അതിനേക്കാൾ കൂടുതലോ ആയി അവരിങ്ങനെ ആവലാതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ നാഥ, നീ എന്തിനാണ് ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? അടുത്ത ഒരവധി വരെയെങ്കിലും ഞങ്ങൾക്ക് അവസരം തന്നുകൂടായിരുന്നു? അവരോട് പറയുക, ഐഹിക ജീവിത വിഭവം നന്നേ നിസാരമാണ്. അല്ലാഹുവെ സൂക്ഷിക്കുന്നവർക്ക് പരലോകമാണ് കൂടുതൽ ഉത്തമം. അവിടെ നിങ്ങളോട് തീരെ അനീതി ഉണ്ടാവുകയില്ല. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ ഭദ്രമായി കെട്ടിപ്പൊക്കിയ കോട്ടകൾക്കകത്തായാലും വല്ല നന്മയും വന്നു കിട്ടിയാൽ അവർ പറയും, ഇത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്. വല്ല വിപത്തും ബാധിച്ചാൽ അവർ പറയും, നീയാണിതിന് കാരണക്കാരൻ. പറയുക, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നു തന്നെ. ഈ ജനതയ്ക്കെന്തു പറ്റി? ഇവരൊരു കാര്യവും മനസ്സിലാക്കുന്നില്ലല്ലോ. മാ അസാബക മിൻ ഹസനതിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക وأرسلناك للناس رسولا وكفى بالله شهيدا. നിനക്ക് വന്നെത്തുന്ന നന്മയൊക്കെയും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നിന്നെ ബാധിക്കുന്ന വിപത്തുകളെല്ലാം നിന്നിൽ നിന്നുള്ളതും. ജനങ്ങൾക്കുള്ള ദൂതനായാണ് നിന്നെ നാം അയച്ചത്. അതിന് സാക്ഷിയായി അല്ലാഹു മതി. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. പ്രവാചകനെ അനുസരിക്കുന്നവൻ ഫലത്തിൽ അല്ലാഹുവെയാണ് അനുസരിക്കുന്നത്. ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ സാരമാക്കേണ്ടതില്ല. നിന്നെ നാം അവരുടെ മേൽനോട്ടക്കാരനായിട്ടൊന്നുമല്ലല്ലോ നിയോഗിച്ചത്. ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا. തങ്ങൾ അനുസരണമുള്ളവരാണെന്ന് അവർ പറയും. എന്നാൽ നിന്റെ അടുത്തു നിന്ന് പോയാൽ അവരിൽ ചിലർ തങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി രാത്രിയിൽ ഒത്തുകൂടി
നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. രാത്രിയിലെ അവരുടെ ഈ ചെയ്തികളൊക്കെയും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ നീ അവരെ അവഗണിക്കുക. എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഭരമേൽപ്പിക്കാൻ അല്ലാഹു തന്നെ മതി. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. അവർ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ? അല്ലാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലുമായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. وَإِذَا جَاءَهُمْ أَمْرٌ مِّنَ الْأَمْنِ أَوِ الْخَوْفِ أَذَاعُوا بِهِ وَلَوْ رَدُّوهُ إِلَى الرَّسُولِ وَإِلَى أُولِي الْأَمْرِ مِنْهُمْ لَعَلِمَهُ الَّذِينَ يَسْتَنبِطُونَهُ مِنْهُمْ وَلَوْلَا فَضْلُ اللَّهِ عَلَيْكُمْ وَرَحْمَتُهُ لَاتَّبَعْتُمُ الشَّيْطَانَ إِلَّا قَلِيلًا. സമാധാനത്തിന്റെയോ ഭയത്തിന്റെയോ വല്ല വാർത്തയും വന്നു കിട്ടിയാൽ അവരത് കൊട്ടിഘോഷിക്കും. മറിച്ച് അവരത് ദൈവദൂതനും അവരിലെ തന്നെ ഉത്തരവാദപ്പെട്ടവർക്കും എത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായും അവരിലെ നിരീക്ഷണ പാടവമുള്ളവർ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമായിരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും പിശാചിന്റെ പിറകെ പോകുമായിരുന്നു, ഏതാനും ചിലരൊഴികെ. فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا. അതിനാൽ നീ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുക. നിന്റെ സ്വന്തം കാര്യത്തിലല്ലാതെ ആരുടെ മേലും നിനക്കൊരു ബാധ്യതയുമില്ല. സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. സത്യനിഷേധികളുടെ കടന്നാക്രമണ കഴിവിനെ അല്ലാഹു തടഞ്ഞു നിർത്തിയേക്കാം. അല്ലാഹു ഏറെ ആക്രമണശേഷിയുള്ളവനാണ്, കൊടിയ ശിക്ഷ കൊടുക്കുന്നവനും. من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. നന്മ ശുപാർശ ചെയ്യുന്നവന് അതിലൊരു പങ്ക് ലഭിക്കും. തിന്മ ശുപാർശ ചെയ്യുന്നവന് അതിലൊരു വിഹിതവുമുണ്ടാകും. അല്ലാഹു എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നവനത്രേ. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ حَسِيبًا. നിങ്ങളെ ആരെങ്കിലും അഭിവാദ്യം ചെയ്താൽ നിങ്ങൾ അതിലും നന്നായി പ്രത്യഭിവാദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവ്വിധമെങ്കിലും തിരിച്ചു നൽകുക. അല്ലാഹു എല്ലാ കാര്യങ്ങളുടെയും കണക്ക് കൃത്യമായി നോക്കുന്നവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ. അല്ലാഹു അല്ലാതെ ദൈവമില്ല. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ നിങ്ങളെ ഒരുമിച്ചു കൂട്ടും, അതിലൊട്ടും സംശയമില്ല. അല്ലാഹുവേക്കാൾ വസ്തുനിഷ്ഠമായി വിവരം തരുന്ന ആരുണ്ട്? فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا. കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് രണ്ടു തട്ടുകളിലായി? അവർ സമ്പാദിച്ച തിന്മ കാരണം അല്ലാഹു അവരെ കറക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹു ദുർമാർഗത്തിലാക്കിയവനെ നേർവഴിയിലാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്നാൽ
അല്ലാഹു വഴികേടിലാക്കിയവനെ നേർവഴിയിലാക്കാൻ ഒരു വഴിയും നിനക്ക് കണ്ടെത്താനാവില്ല. وَدُّوا لَوْ تَكْفُرُونَ كَمَا كَفَرُوا فَتَكُونُونَ سَوَاءً فَلَا تَتَّخِذُوا مِنْهُمْ أَوْلِيَاءَ حَتَّى يُهَاجِرُوا فِي سَبِيلِ اللَّهِ فَإِن تَوَلَّوْا فَخُذُوهُمْ وَاقْتُلُوهُمْ حَيْثُ وَجَدتُّمُوهُمْ وَلَا تَتَّخِذُوا مِنْهُمْ وَلِيًّا وَلَا نَصِيرًا. അവർ അവിശ്വസിച്ച പോലെ നിങ്ങളും അവിശ്വസിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിനാൽ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നാടുവിട്ടു വരും വരെ അവരിൽ നിന്നാരെയും നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കരുത്. അവരതിന് വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടുകയും വധിക്കുകയും ചെയ്യുക. അവരിൽ നിന്നാരെയും നിങ്ങൾ കൈകാര്യകർത്താവോ സഹായിയോ ആക്കരുത്. إِلَّا الَّذِينَ يَصِلُونَ إِلَى قَوْمٍ بَيْنَكُمْ وَبَيْنَهُم مِّيثَاقٌ أَوْ جَاءُوكُمْ حَصِرَتْ صُدُورُهُمْ أَن يُقَاتِلُوكُمْ أَوْ يُقَاتِلُوا قَوْمَهُمْ وَلَوْ شَاءَ اللَّهُ لَسَلَّطَهُمْ عَلَيْكُمْ فَلَقَاتَلُوكُمْ فَإِنِ اعْتَزَلُوكُمْ فَلَمْ يُقَاتِلُوكُمْ وَأَلْقَوْا إِلَيْكُمُ السَّلَمَ فَمَا جَعَلَ اللَّهُ لَكُمْ عَلَيْهِمْ سَبِيلًا. എന്നാൽ നിങ്ങളുമായി സഖ്യത്തിലുള്ള ജനതയോടൊപ്പം ചേരുന്ന കപടവിശ്വാസികൾ ഇതിൽ നിന്നൊഴിവാണ്. നിങ്ങളോട് യുദ്ധം ചെയ്യാനോ സ്വന്തം ജനത്തോട് ഏറ്റുമുട്ടാനോ കഴിയാതെ മനക്ലേശത്തോടെ നിങ്ങളെ സമീപിക്കുന്നവരും അവരിൽ പെടുകയില്ല. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങൾക്കെതിരിൽ അവർക്ക് കരുത്തു നൽകുകയും അങ്ങനെ അവർ നിങ്ങളോട് യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുമായിരുന്നു. അവർ നിങ്ങളോട് യുദ്ധത്തിലേർപ്പെടാതെ മാറി നിൽക്കുകയും നിങ്ങളുടെ മുന്നിൽ സമാധാനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരെ ഒരു നടപടിക്കും അല്ലാഹു നിങ്ങൾക്ക് അനുമതി നൽകുന്നില്ല. سَتَجِدُونَ آخَرِينَ يُرِيدُونَ أَن يَأْمَنُوكُمْ وَيَأْمَنُوا قَوْمَهُمْ كُلَّمَا رُدُّوا إِلَى الْفِتْنَةِ أُرْكِسُوا فِيهَا فَإِن لَّمْ يَعْتَزِلُوكُمْ وَيُلْقُوا إِلَيْكُمُ السَّلَمَ وَيَكُفُّوا أَيْدِيَهُمْ فَخُذُوهُمْ وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأُولَئِكُمْ جَعَلْنَا لَكُمْ عَلَيْهِمْ سُلْطَانًا مُبِينًا. വേറൊരു വിഭാഗം കപടവിശ്വാസികളെ നിങ്ങൾക്കു കാണാം. അവർ നിങ്ങളിൽ നിന്നും സ്വന്തം ജനതയിൽ നിന്നും സുരക്ഷിതരായി കഴിയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കുഴപ്പത്തിനവസരം കിട്ടുമ്പോഴൊക്കെ അതിലേക്കവർ തലകുത്തി മറിയുന്നു. അതിനാൽ നിങ്ങൾക്കെതിരെ തിരിയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും നിങ്ങൾക്ക് മുന്നിൽ സമാധാനം സമർപ്പിക്കുകയും തങ്ങളുടെ കൈകൾ അടക്കിവെക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടി കൊന്നുകളയുക. അവർക്കെതിരെ നിങ്ങൾക്കു നാം വ്യക്തമായ ന്യായം നൽകിയിരിക്കുന്നു. وَمَا كَانَ لِمُؤْمِنٍ أَن يَقْتُلَ مُؤْمِنًا إِلَّا خَطَأً وَمَن قَتَلَ مُؤْمِنًا خَطَأً فَتَحْرِيرُ رَقَبَةٍ مُؤْمِنَةٍ وَدِيَةٌ مُسَلَّمَةٌ إِلَى أَهْلِهِ إِلَّا أَن يَصَّدَّقُوا فَإِن كَانَ مِن قَوْمٍ عَدُوٍّ لَّكُمْ وَهُوَ مُؤْمِنٌ فَتَحْرِيرُ رَقَبَةٍ مُؤْمِنَةٍ وَإِن كَانَ مِن قَوْمٍ بَيْنَكُمْ وَبَيْنَهُم مِّيثَاقٌ فَدِيَةٌ مُسَلَّمَةٌ إِلَى أَهْلِهِ وَتَحْرِيرُ رَقَبَةٍ مُؤْمِنَةٍ فَمَن لَّمْ يَجِدْ فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ تَوْبَةً مِّنَ اللَّهِ
وكان الله عليما حكيما. ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയെ വധിക്കാവതല്ല, അബദ്ധത്തിൽ സംഭവിക്കുന്നതൊഴികെ. ആരെങ്കിലും അബദ്ധത്തിൽ ഒരു വിശ്വാസിയെ വധിച്ചാൽ പ്രായശ്ചിത്തമായി വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കുകയും കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വേണം. അവർ ഔദാര്യത്തോടെ വിട്ടുവീഴ്ച ചെയ്താലൊഴികെ. വധിക്കപ്പെട്ട സത്യവിശ്വാസി നിങ്ങളുടെ ശത്രു സമൂഹത്തിൽപ്പെട്ടവനാണെങ്കിൽ വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കുക. എന്നാൽ കൊല്ലപ്പെട്ടവൻ നിങ്ങളുമായി സഖ്യത്തിലുള്ളവരിൽപ്പെട്ടവനാണെങ്കിൽ അയാളുടെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കുകയും വേണം. ആർക്കെങ്കിലും അതിന് സാധ്യമല്ലെങ്കിൽ അവൻ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. അല്ലാഹു നിശ്ചയിച്ച പ്രായശ്ചിത്തമാണിത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. എന്നാൽ ബോധപൂർവം ഒരു വിശ്വാസിയെ കൊന്നവനുള്ള പ്രതിഫലം നരകമാണ്. അവൻ അവിടെ സ്ഥിരവാസിയായിരിക്കും. അല്ലാഹുവിന്റെ കോപവും ശാപവും അവനിൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊടിയ ശിക്ഷയാണ് അല്ലാഹു അവനായി ഒരുക്കിവച്ചിരിക്കുന്നത്. يا أيها الذين آمنوا إذا ضربتم في سبيل الله فتبينوا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങിയാൽ ശത്രുക്കളെയും മിത്രങ്ങളെയും വേർതിരിച്ചറിയണം. ആരെങ്കിലും നിങ്ങൾക്ക് സലാം ചൊല്ലിയാൽ ഐഹിക നേട്ടം ആഗ്രഹിച്ച് നീ വിശ്വാസിയല്ലെന്ന് അയാളോട് പറയരുത്. അല്ലാഹുവിങ്കൽ യുദ്ധമുതലുകൾ ധാരാളമുണ്ട്. നേരത്തെ നിങ്ങളും അവരിപ്പോഴുള്ള അതേ അവസ്ഥയിലായിരുന്നല്ലോ. പിന്നെ അല്ലാഹു നിങ്ങളോട് ഔദാര്യം കാണിച്ചു. അതിനാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما. ന്യായമായ കാരണമില്ലാതെ വീട്ടിലിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നവരും ഒരുപോലെയല്ല. സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരെ അല്ലാഹു വെറുതെ ഇരിക്കുന്നവരേക്കാൾ ഏറെ ഉയർന്ന പദവിയിലാക്കിയിരിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു മെച്ചപ്പെട്ട പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹു പോരാളികൾക്ക് മഹത്തായ പ്രതിഫലത്താൽ വെറുതെ ഇരിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മഹ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹുവിങ്കൽ നിന്നുള്ള ഉന്നത പദവികളും പാപമോചനവും എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കുണ്ട്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്.
إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഏതവസ്ഥയിലാണുണ്ടായിരുന്നത്? അവർ പറയും, ഭൂമിയിൽ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. മലക്കുകൾ ചോദിക്കും, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് നാടുവിട്ടെവിടെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നില്ലേ? അവരുടെ താവളം നരകമാണ്. അതെത്ര ചീത്ത സങ്കേതം. إلا المستضعفين من الرجال والنساء والولدان لا يستطيعون حيلة ولا يهتدون سبيلا. എന്നാൽ യഥാർത്ഥത്തിൽ തന്നെ എന്തെങ്കിലും തന്ത്രമോ രക്ഷാമാർഗമോ കണ്ടെത്താനാവാതെ അടിച്ചമർത്തപ്പെട്ടവരായി കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിൽ നിന്നൊഴിവാണ്. فأولئك عسى الله أن يعفو عنهم وكان الله عفوا غفورا. അത്തരക്കാർക്ക് അല്ലാഹു മാപ്പേകിയേക്കാം. അല്ലാഹു ഏറെ മാപ്പേകുന്നവനും പൊറുക്കുന്നവനുമാണല്ലോ. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. അല്ലാഹുവിന്റെ മാർഗത്തിൽ നാടുവെടിയുന്നവന് ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും വിശാലമായ ജീവിത സൗകര്യങ്ങളും കണ്ടെത്താം. വീട് വെടിഞ്ഞ് അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും അഭയം തേടി പുറപ്പെട്ടവൻ വഴിയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അവന് അല്ലാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. وَإِذَا ضَرَبْتُمْ فِي الْأَرْضِ فَلَيْسَ عَلَيْكُمْ جُنَاحٌ أَن تَقْصُرُوا مِنَ الصَّلَاةِ إِنْ خِفْتُمْ أَن يَفْتِنَكُمُ الَّذِينَ كَفَرُوا إِنَّ الْكَافِرِينَ كَانُوا لَكُمْ عَدُوًّا مُبِينًا. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സത്യനിഷേധികൾ നിങ്ങളെ അപകടപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കൾ തന്നെ തീർച്ച. وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَقُمْ طَائِفَةٌ منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم وَدَّ الَّذِينَ كَفَرُوا لَوْ تَغْفُلُونَ عَنْ أَسْلِحَتِكُمْ وَأَمْتِعَتِكُمْ فَيَمِيلُونَ عَلَيْكُمْ مَيْلَةً وَاحِدَةً وَلَا جُنَاحَ عَلَيْكُمْ إِن كَانَ بِكُمْ أَذًى مِّن مَّطَرٍ أَوْ كُنتُم مَّرْضَىٰ أَن تَضَعُوا أَسْلِحَتَكُمْ وَخُذُوا حِذْرَكُمْ
إن الله أعد للكافرين عذابا مهينا. നീ അവർക്കിടയിലുണ്ടാവുകയും അവർക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുമാണെങ്കിൽ അവരിലൊരു കൂട്ടർ നിന്നോടൊപ്പം നിൽക്കട്ടെ. അവർ തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ പിറകോട്ട് മാറി നിൽക്കുകയും നമസ്കരിച്ചിട്ടില്ലാത്ത വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും വേണം. അവരും ജാഗ്രത പുലർത്തുകയും ആയുധമണിയുകയും ചെയ്യട്ടെ. നിങ്ങൾ ആയുധങ്ങളുടെയും സാധന സാമഗ്രികളുടെയും കാര്യത്തിൽ അല്പം അശ്രദ്ധരായാൽ നിങ്ങളുടെ മേൽ ചാടി വീണ് ഒരൊറ്റ ആഞ്ഞടി നടത്താൻ തക്കം പാർത്തിരിക്കുകയാണ് സത്യനിഷേധികൾ. മഴ കാരണം ക്ലേശമുണ്ടാവുകയോ രോഗികളാവുകയോ ചെയ്താൽ ആയുധം താഴെ വയ്ക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പോഴും നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. സംശയമില്ല, അല്ലാഹു സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷ ഒരുക്കിവച്ചിട്ടുണ്ട്. فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا. അങ്ങനെ നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവെ ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നിർഭയാവസ്ഥയിലായാൽ നമസ്കാരം തികവോടെ നിർവഹിക്കുക. നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ولا تهنوا في ابتغاء القوم إن تكونوا تألمون فإنهم يألمون إن تكونوا تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون وكان الله عليما حكيما. ശത്രുജനതയെ തേടിപ്പിടിക്കുന്നതിൽ നിങ്ങൾ ഭീരുത്വം കാണിക്കരുത്. നിങ്ങൾ വേദന അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്ന പോലെ അവരും വേദന അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് പ്രതീക്ഷിക്കാനില്ലാത്തത് അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما. നാം നിനക്ക് സത്യസന്ദേശവുമായി ഈ വേദപുസ്തകം ഇറക്കിത്തന്നിരിക്കുന്നു. അല്ലാഹു കാണിച്ചു തന്നതനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയാണിത്. നീ വഞ്ചകർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. അല്ലാഹുവോട് പാപമോചനം തേടുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ തീർച്ച. ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما. ആത്മവഞ്ചന നടത്തുന്നവർക്ക് വേണ്ടി നീ വാദിക്കരുത്. കൊടും വഞ്ചകനും പെരും പാപിയുമായ ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നു, എന്നാൽ അല്ലാഹുവിൽ നിന്ന് മറച്ചുവെക്കാൻ അവർക്കാവില്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത സംസാരത്തിലൂടെ രാത്രിയിൽ അവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ അവരോടൊപ്പമുണ്ട്. അവർ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. أنتم هؤلاء جادلتم
عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا. ഐഹിക ജീവിതത്തിൽ അവർക്കു വേണ്ടി വാദിക്കാൻ നിങ്ങളുണ്ട്. എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവർക്കു വേണ്ടി അല്ലാഹുവോട് തർക്കിക്കാൻ ആരാണുണ്ടാവുക? ആരാണ് അവിടെ അവരുടെ വക്കാലത്ത് ഏറ്റെടുക്കുക? ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. തെറ്റ് ചെയ്യുകയോ തന്നോടു തന്നെ അക്രമം കാണിക്കുകയോ ചെയ്ത ശേഷം അല്ലാഹുവോട് പാപമോചനം തേടുന്നവൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമായി അല്ലാഹുവെ കണ്ടെത്തുന്നതാണ്. ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما. എന്നാൽ തെറ്റുകൾ ഒരുക്കൂട്ടി വെക്കുന്നവൻ സ്വന്തം നാശത്തിനിടവരുത്തുന്ന സംഗതികളാണ് ശേഖരിച്ചു വെക്കുന്നത്. അല്ലാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാകുന്നു. ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا. ആരെങ്കിലും വല്ല തെറ്റോ കുറ്റമോ ചെയ്ത ശേഷം അത് നിരപരാധിയുടെ പേരിൽ ചാർത്തുന്നുവെങ്കിൽ ഉറപ്പായും കടുത്ത കള്ളാരോപണവും പ്രകടമായ പാപവുമാണവൻ പേറുന്നത്. ولولا فضل الله عليك ورحمته لهم طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. നിന്റെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ അവരിലൊരു വിഭാഗം നിന്നെ വഴിതെറ്റിക്കാൻ തുനിഞ്ഞിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവർ ആരെയും വഴിപിഴപ്പിക്കുന്നില്ല, തങ്ങളെ തന്നെയല്ലാതെ. നിനക്കൊരു ദ്രോഹവും വരുത്താൻ അവർക്കാവില്ല. അല്ലാഹു നിനക്ക് വേദപുസ്തകവും യുക്തിജ്ഞാനവും ഇറക്കിത്തന്നു. നിനക്കറിയാത്തത് നിന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു നിനക്കേകിയ അനുഗ്രഹം അതിമഹത്തരം തന്നെ. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. അവരുടെ ഗൂഢാലോചനകളിലേറെയും ഒരു നന്മയുമില്ലാത്തവയാണ്. എന്നാൽ ദാനധർമ്മത്തിനും സൽക്കാര്യത്തിനും ജനങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാനും കൽപ്പിക്കുന്നവരുടേത് ഇതിൽ പെടുകയില്ല. ആരെങ്കിലും ദൈവപ്രീതി പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം അവന് അളവറ്റ പ്രതിഫലം നൽകും. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. നേർമാർഗം വ്യക്തമായ ശേഷം ദൈവദൂതനെ എതിർക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്യുന്നവനെ നാം അവൻ പ്രവേശിച്ച വഴിയിലൂടെ തന്നെ തിരിച്ചുവിടും. അവസാനം നരകത്തീയിലേക്ക് തള്ളുകയും ചെയ്യും. അതെത്ര ചീത്ത താവളം. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء
ومن يشرك بالله فقد ضل ضلالا بعيدا. തന്നിൽ ആരെയും പങ്കുചേർക്കുന്നത് അല്ലാഹു പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളവയൊക്കെ താൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കും. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവൻ വഴിക്കേടിൽ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു. يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا. അവർ അല്ലാഹുവെ വിട്ട് ചില ദേവതകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ അവർ സഹായാർത്ഥന നടത്തുന്നത് ധിക്കാരിയായ പിശാചിനോടല്ലാതാരോടുമല്ല. لعنه الله وقال لأتخذن من عبادك نصيبا مفروضا. അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവൻ അല്ലാഹുവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ദാസന്മാരിൽ ഒരു വിഭാഗത്തെ ഞാൻ എന്റേതാക്കി മാറ്റും. وَلَأُضِلَّنَّهُمْ وَلَأُمَنِّيَنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ وَلَآمُرَنَّهُمْ فَلَيُغَيِّرُنَّ خَلْقَ اللَّهِ وَمَن يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِّن دُونِ اللَّهِ فَقَدْ خَسِرَ خُسْرَانًا مُبِينًا. അവരെ ഞാൻ വഴിപിഴപ്പിക്കും, വ്യാമോഹങ്ങൾ കടിപ്പെടുത്തും. ഞാൻ കൽപ്പിക്കുന്നതിനനുസരിച്ച് അവർ കാലികളുടെ കാത് കീറിമുറിക്കും. അവർ അല്ലാഹുവിന്റെ സൃഷ്ടിയെ കോലം കെടുത്തും. അല്ലാഹുവെ വിട്ട് പിശാചിനെ രക്ഷകനാക്കുന്നവൻ പ്രകടമായ നഷ്ടത്തിലകപ്പെട്ടതു തന്നെ തീർച്ച. യഅദുഹും വയുമന്നീഹിം വമാ യഅദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. പിശാച് അവർക്ക് വാഗ്ദാനം നൽകുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. പിശാച് അവർക്ക് നൽകുന്ന വാഗ്ദാനം കൊടും ചതിയല്ലാതൊന്നുമല്ല. ഉലൈക മഅവാഹും ജഹന്നമു വലാ യജിദൂന അൻഹാ മഹീസാ. അക്കൂട്ടരുടെ താവളം നരകമാണ്. അതിൽ നിന്നൊരു രക്ഷാമാർഗവും കണ്ടെത്താൻ അവർക്കാവില്ല. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന ആരാമങ്ങളിൽ നാം പ്രവേശിപ്പിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹുവിന്റെ സത്യമായ വാഗ്ദാനമാണിത്. അല്ലാഹുവേക്കാൾ സത്യനിഷ്ഠമായി വാഗ്ദാനം നൽകുന്ന ആരുണ്ട്? ലൈസ ബിഅമാനിയികും വലാ അമാനിയി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. കാര്യം നടക്കുന്നത് നിങ്ങളുടെ വ്യാമോഹങ്ങൾക്കനുസരിച്ചല്ല, വേദക്കാരുടെ വ്യാമോഹങ്ങൾക്കൊത്തുമല്ല. തിന്മ ചെയ്യുന്നതാരായാലും അതിന്റെ ഫലം അവന് ലഭിക്കും. അല്ലാഹുവെ കൂടാതെ ഒരു രക്ഷകനെയും സഹായിയെയും അവന് കണ്ടെത്താനാവില്ല. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. ആണായാലും പെണ്ണായാലും സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അവരോടൊട്ടും അനീതിയുണ്ടാവില്ല. ومن أحسن دينا ممن
من أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. സൽക്കർമ്മിയായി സ്വന്തത്തെ അല്ലാഹുവിന് സമർപ്പിക്കുകയും നേർമാർഗത്തിൽ ഉറച്ചുനിന്ന് ഇബ്രാഹീമിന്റെ പാത പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ ജീവിതരീതി സ്വീകരിച്ച ആരുണ്ട്? ഇബ്രാഹീമിനെ അല്ലാഹു തന്റെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ മുഹീതാ. ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേതാണ്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. വയസ്തഫ്തൂനക ഫിന്നിസാ ഖുലില്ലാഹു യുഫ്തീകും ഫീഹിന്ന വമാ യുത്ലാ അലൈകും ഫിൽ കിതാബി ഫീ يتامى النساء اللاتي لا تؤتونهن ما كتب لهن وترغبون أن تنكحوهن والمستضعفين من الولدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما. സ്ത്രീകളുടെ കാര്യത്തിൽ അവർ നിന്നോട് വിധി തേടുന്നു. പറയുക, അവരുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വിധി നൽകുന്നു. ഈ ദൈവിക ഗ്രന്ഥത്തിൽ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വിധികൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിശ്ചയിക്കപ്പെട്ട അവകാശം നൽകാതെ നിങ്ങൾ അനാഥ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചും ദുർബലരായ കുട്ടികളെക്കുറിച്ചുമുള്ള വിധിയും അനാഥകളോട് നിങ്ങൾ നീതിയോടെ വർത്തിക്കണമെന്ന കൽപ്പനയും അതുൾക്കൊള്ളുന്നു. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. وَإِنِ امْرَأَةٌ خَافَتْ مِنْ بَعْلِهَا نُشُوزًا أَوْ إِعْرَاضًا فلا جناح عليهما أن يصلحا بينهما صلحا والصلح خير وأحضرت الأنفس الشح وإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا. ഏതെങ്കിലും സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെട്ടാൽ അവരന്യോന്യം ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ കുറ്റമില്ല. എന്നല്ല, ഒത്തുതീർപ്പാണ് ഉത്തമം. മനുഷ്യ മനസ്സ് എപ്പോഴും സങ്കുചിതമായിരിക്കും. നിങ്ങൾ നല്ല നിലയിൽ കഴിയുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ ഓർക്കുക, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നവയൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും ഫലാ തമീലു കുല്ലൽ മൈൽ ഫതദറൂഹാ കൽമുഅല്ലഖഹ وَإِن تُصْلِحُوا وَتَتَّقُوا فَإِنَّ اللَّهَ كَانَ غَفُورًا رَّحِيمًا. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാനാവില്ല. അതിനാൽ നിങ്ങൾ ഒരു വഴിയിലേക്ക് പൂർണ്ണമായി ചാഞ്ഞ് മറ്റവളെ കെട്ടിയിടപ്പെട്ട നിലയിൽ കൈയൊഴിക്കരുത്. നിങ്ങൾ ഭാര്യമാരോട് നന്നായി വർത്തിക്കുക, സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. എങ്കിൽ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. അഥവാ അവരിരുവരും വേർപിരിയുകയാണെങ്കിൽ അല്ലാഹു തന്റെ അതിരില്ലാത്ത അനുഗ്രഹത്താൽ ഇരുവരെയും സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുറ്റവരാക്കും. അല്ലാഹു ഏറെ വിശാലതയുള്ളവനും യുക്തിമാനുമാകുന്നു. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്
وإن تكفروا فإن لله ما في السماوات وما في الأرض وكان الله غنيا حميدا. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റേതാണ്. അല്ലാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് നിങ്ങൾക്ക് മുമ്പേ വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം ഉപദേശിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. എന്തെന്നാൽ ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേതാണ്. അല്ലാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, സ്തുത്യർഹനും. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീലാ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹുവിൻ്റേതാണ്. കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതി. إن يشأ يذهبكم أيها الناس ويأت بآخرين وكان الله على ذلك قديرا. ജനങ്ങളെ അല്ലാഹു ഇച്ഛിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ഇല്ലാതാക്കും, പകരം മറ്റൊരു കൂട്ടരെ കൊണ്ടുവരും. അല്ലാഹു അതിനൊക്കെ കഴിവുറ്റവനാണ്. من كان يريد ثواب الدنيا فعند الله ثواب الدنيا والآخرة وكان الله سميعا بصيرا. ഇഹലോകത്തിലെ പ്രതിഫലം ആഗ്രഹിക്കുന്നവർ ഓർക്കുക, ഇഹലോകത്തെ പ്രതിഫലവും പരലോകത്തെ പ്രതിഫലവും അല്ലാഹുവിൻ്റെ അടുക്കലാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. വിശ്വസിച്ചവരെ, നിങ്ങൾ നീതി നടത്തി അല്ലാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവുക. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാലും കക്ഷി ധനികനോ ദരിദ്രനോ എന്ന് നോക്കേണ്ടതില്ല. ഇരു കൂട്ടരോടും കൂടുതൽ അടുപ്പമുള്ളവൻ അല്ലാഹുവാണ്. അതിനാൽ നിങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ നീതി നടത്താതിരിക്കരുത്. വസ്തുതകൾ വളച്ചൊടിക്കുകയോ സത്യത്തിൽ നിന്ന് തെന്നിമാറുകയോ ചെയ്യുകയാണെങ്കിൽ അറിയുക, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. يا أيها الذين آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. വിശ്വസിച്ചവരെ, അല്ലാഹു അവന്റെ ദൂതൻ തന്റെ ദൂതന് അവൻ അവതരിപ്പിച്ച വേദപുസ്തകം, അതിനു മുമ്പ് അവൻ അവതരിപ്പിച്ച വേദപുസ്തകം എല്ലാറ്റിലും നിങ്ങൾ വിശ്വസിക്കുക. അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും ദൂതന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവർ ഉറപ്പായും ദുർമാർഗത്തിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇന്നല്ലദീന ആമനൂ സുമ്മ കഫറൂ സുമ്മ ആമനൂ സുമ്മ കഫറൂ സുമ്മ ഇസ്ദാദൂ കുഫ്റൻ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും സബീലാ. വിശ്വസിക്കുക, പിന്നെ അവിശ്വസിക്കുക, വീണ്ടും വിശ്വസിക്കുക, പിന്നെയും അവിശ്വസിക്കുക, പിന്നെ അവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തവർക്ക് അല്ലാഹു ഒരിക്കലും മാപ്പേകുകയില്ല,
അവരെ അവൻ നേർവഴിയിലാക്കുകയുമില്ല. ബശ്ശിരിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീമാ. കപടവിശ്വാസികൾക്ക് നോവേറിയ ശിക്ഷയുണ്ടെന്ന് അവരെ സുവാർത്ത അറിയിക്കുക. الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا. സത്യവിശ്വാസികളെ വെടിഞ്ഞ് സത്യനിഷേധികളെ കൈകാര്യകർത്താക്കളായി സ്വീകരിക്കുന്നവരാണവർ. സത്യനിഷേധികളുടെ അടുത്തു ചെന്ന് അന്തസ്സ് നേടിയെടുക്കാമെന്ന് അവർ കരുതുന്നുവോ? എന്നാൽ അറിയുക, അന്തസ്സൊക്കെയും അല്ലാഹുവിന്റെ അധീനതയിലാണ്. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا. അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നതും നിന്ദിക്കുന്നതും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ മറ്റു വർത്തമാനങ്ങളിൽ ഏർപ്പെടും വരെ അവരോടൊപ്പം ഇരിക്കരുതെന്ന് ഈ ഗ്രന്ഥത്തിൽ നാം നിങ്ങളോട് നിർദ്ദേശിച്ചതാണല്ലോ. അങ്ങനെ ചെയ്താൽ നിങ്ങളും അവരെ പോലെയാകും. അല്ലാഹു കപടവിശ്വാസികളെയും സത്യനിഷേധികളെയും ഒന്നാകെ നരകത്തിൽ ഒരുക്കൂട്ടുക തന്നെ ചെയ്യും, തീർച്ച. الذين يتربصون بكم فإن كان لكم فتح من الله قالوا ألم نكن معكم وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم ونمنعكم من المؤمنين فالله يحكم بينكم يوم القيامة ولن يجعل الله للكافرين على المؤمنين سبيلا. ആ കപടവിശ്വാസികൾ നിങ്ങളെ സദാ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വല്ല വിജയവുമുണ്ടാവുകയാണെങ്കിൽ അവർ ചോദിക്കും, ഞങ്ങളും നിങ്ങളോടൊപ്പമായിരുന്നില്ലേ? അഥവാ സത്യനിഷേധികൾക്കാണ് നേട്ടമുണ്ടാകുന്നതെങ്കിൽ അവർ പറയും, നിങ്ങളെ ജയിച്ചടക്കാൻ ഞങ്ങൾക്ക് അവസരം കൈവന്നിരുന്നില്ലേ? എന്നിട്ടും വിശ്വാസികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചില്ലേ? എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ തീർപ്പു കൽപ്പിക്കും. വിശ്വാസികൾക്കെതിരിൽ സത്യനിഷേധികൾക്ക് അനുകൂലമായ ഒരു പഴുതും അല്ലാഹു ഒരിക്കലും ഉണ്ടാക്കുകയില്ല. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. തീർച്ചയായും ഈ കപടവിശ്വാസികൾ അല്ലാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു അവരെ സ്വയം വഞ്ചിതരാക്കുകയാണ്. അവർ നമസ്കാരത്തിന് നിൽക്കുന്നത് പോലും അലസന്മാരായാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയും. അവർ വളരെ കുറച്ചേ അല്ലാഹുവെ ഓർക്കുന്നുള്ളൂ. مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا. ഇവരോടോ അവരോടോ ചേരാതെ രണ്ടു കൂട്ടർക്കുമിടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണവർ. അല്ലാഹു ആരെ വഴികേടിലാക്കിയോ അവന് വിജയമാർഗം കണ്ടെത്താൻ നിനക്കാവില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ
تجعلوا لله عليكم سلطانا مبينا. വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ ഒഴിവാക്കി സത്യനിഷേധികളെ നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കരുത്. നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹുവിന് വ്യക്തമായ ന്യായമുണ്ടാക്കിക്കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറാ. കപടവിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. തീർച്ച അവർക്ക് ഒരു സഹായിയെയും കണ്ടെത്താൻ നിനക്കാവില്ല. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹി വഅഖ്ലസൂ ദീനഹും ലില്ലാഹി ഫഉലൈക മഅൽ മുഅ്മിനീൻ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമാ. പശ്ചാത്തപിക്കുകയും സ്വന്തത്തെ സംസ്കരിക്കുകയും അല്ലാഹുവെ മുറുകെ പിടിക്കുകയും തങ്ങളുടെ സമർപ്പണം അല്ലാഹുവിന് മാത്രമാക്കുകയും ചെയ്തവരൊഴികെ അവർ സത്യവിശ്വാസികളോടൊപ്പമാണ്. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികൾക്ക് അതിമഹത്തായ പ്രതിഫലം നൽകും. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയുമാണെങ്കിൽ പിന്നെ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അല്ലാഹുവിന് എന്ത് കിട്ടാനാണ്? അല്ലാഹു അളവറ്റ നന്ദിയുള്ളവനാണ്, എല്ലാം നന്നായി അറിയുന്നവനും.